ഞാനിന്ന് വളരെ സ്പെഷ്യലായിട്ട് ഒരു സ്ഥലത്ത് പോവാണ് കേട്ടോ. ഒരുപാട് നാളായി പോകണം എന്ന് വിചാരിക്കുന്നൊരു സ്ഥലം. ഞങ്ങളുടെ കല്ലുവഴിയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന ബഡ്സ് സ്കൂള്, അതാണ് ഈ കാണുന്നത്. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക്, കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒക്കെ ഇവിടെ അഡ്മിഷൻ എടുക്കാം. ഇതൊരു റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. അപ്പോൾ ഇവിടെ 10-20ഓളം ആൾക്കാർ, കുട്ടികളും മുതിർന്നവരും അടക്കം 10-20ഓളം പേര് ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. എനിക്കും അവിടെ അഡ്മിഷൻ എടുക്കാം, പക്ഷേ ഞാനിതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഇവിടെ പോകുന്നത് കേട്ടോ. അഡ്മിഷൻ എടുത്ത് പോകുന്നതല്ല, ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പോയതാണ്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഒരു ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യാനുള്ള ഒരു സ്ഥലം, അതുപോലെ ചർക്കയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ഗാന്ധിജിയുടെ ചർക്കയല്ല, കൈകൊണ്ട് തിരിക്കുന്ന ആ ചർക്കയല്ല, മെഷീനറിയാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെയുള്ള കുട്ടികൾക്കും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ പോയി കണ്ടു. പിന്നെ ഫിസിയോതെറാപ്പിയുടെ റൂം അവിടെ പോയി നോക്കി. ഇവിടെ ഒരു ടീച്ചറുണ്ട്, പിന്നെ ഒരു ഹെൽപ്പറുണ്ട്. അവർ 2 പേരുമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പഞ്ചായത്തിൻ്റെ പരിധിയിലാണ്, അധികാര പരിധിയിലാണ് ഈ ബഡ്സ് സ്കൂള്. പഞ്ചായത്ത് വകയാണ്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ശ്രീ രാജേഷ് മാഷ്, അദ്ദേഹം ഒരു അധ്യാപകനാണ്. അദ്ദേഹമാണ് ഇപ്പോൾ പൂക്കോട്ടാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഭിന്നശേഷി ഗ്രാമസഭ കൂടുന്നുണ്ട് നമ്മുടെ ബഡ്സ് സ്കൂളിൽ, അപ്പോൾ ദിവ്യ വരൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനും പോകണം എന്ന് ആഗ്രഹിച്ചൊരു സ്ഥലമല്ലേ, അപ്പോൾ ഞാനൊന്ന് പോയതാണ്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെ ആണ് സ്കൂള് സാധാരണ ദിവസങ്ങളിൽ പ്രവർത്തിക്കാറ്, തിങ്കൾ മുതൽ വെള്ളി വരെ. എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് 1-2 പേര് പോകുന്നുണ്ട്. അവിടുന്ന് വണ്ടിയൊക്കെ ഉണ്ട്, അവരിവിടെ കൊണ്ടുവന്നാക്കാനും ഇവിടുന്ന് സ്കൂൾ വിട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കാനൊക്കെ. അപ്പോൾ ഇന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടില്ല. ചില കുട്ടികളുടെ രക്ഷിതാക്കൾ വന്നിട്ടുണ്ട്, മീറ്റിംഗ് ആയതുകൊണ്ടായിരിക്കാം. നമുക്ക് ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങളൊക്കെ അവിടെ പറയാം. ഇത് ഗണേഷ് സാറാണ്, മുന്നർക്കോടാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട് ഫീച്ചർ. ഒരു മോട്ടിവേറ്ററാണ് അദ്ദേഹം. അതിൻ്റെ ഇടയിൽ ചായയും വടയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു വട വാങ്ങി വെച്ചതാ. ഇതാണ് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് രാജേഷ് മാഷ്. പിന്നെ വൈസ് പ്രസിഡൻ്റാണ് ആ ബ്ലൂ ചുരിദാർ ഇട്ടിട്ടുള്ള കുട്ടി. അവൾ എൻ്റെ ക്ലാസ്മേറ്റാണ്, കൃഷ്ണകുമാരി എന്നാണ് പേര്. നമ്മൾ പറയുന്ന പദ്ധതികൾ മുഴുവൻ നോക്കാൻ കഴിയും നമുക്ക് ഒരിക്കലും പ്രതീക്ഷയില്ല. പക്ഷേ നമ്മളെ ഫണ്ട് ഉപയോഗിച്ച് സർക്കാരിന്റെ ഗൈഡ്ലൈനിൽ മാർഗരേഖയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതും പറഞ്ഞതിന് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന പദ്ധതികൾ ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പരിപൂർണമായിട്ടും ഉപയോഗപ്രദമാണെന്നുള്ള ഉദ്ദേശത്തോടെയാണ് സഭ വിളിച്ചത്. അതുകൊണ്ടാണ് പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് അറിയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അടുത്ത നാൾ നമുക്കിങ്ങനെ വിളിച്ചാൽ പോരാ, നമുക്ക് കുറച്ചും കൂടി നന്നായി എല്ലാവരും നേരത്തെ പ്ലാൻഡായി വരാവുന്ന തരത്തിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുപോകണം. അതിനുള്ള ശ്രമം സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. അങ്ങനെ എല്ലാ ആളുകളെയും ചേർത്ത് അവരുടെ അഭിപ്രായങ്ങൾ രൂപീകരിക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ അഭിപ്രായം മുഴുവൻ 10 ദിവസം കൊണ്ട് നടപ്പിലാക്കാൻ കഴിയുമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. പക്ഷേ നമുക്ക് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു കാഴ്ചപ്പാടുണ്ടായാൽ മാത്രമേ പതുക്കെ എങ്കിലും അത് നടത്തി തീർക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ആരോട് ചോദിക്കാതെ പഞ്ചായത്ത് 50,000 രൂപ അടുത്ത പദ്ധതിയിൽ വീഴ്ചയിൽ വെച്ചത്. അപ്പോൾ ഇങ്ങനെ അപകടം പറ്റി കിടക്കുന്ന ആളുകളൊക്കെ 4 ചുമരുകൾക്കുള്ളിൽ കിടക്കാൻ വിധിക്കപ്പെട്ട ആളുകളാണ്. പക്ഷേ ഇന്ന് കാലം മാറി, സമൂഹം മാറി അല്ലേ? ഇന്ന് ഭിന്നശേഷിക്കാരോടൊപ്പം നിൽക്കാൻ സമൂഹം ഒന്നുകൂടി മുന്നോട്ട് വരുന്നുണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു അത്ര പേരൊന്നും 4 ചുമരുകൾക്കുള്ളിൽ അട്ടം നോക്കി കിടക്കുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് ആളുകൾ പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുള്ള സപ്പോർട്ട് അവർ കിട്ടുന്നുണ്ട്. അപ്പൊ ആ സപ്പോർട്ട് എത്രമാത്രം നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ എൻ്റെ കുടുംബാംഗങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഉള്ളിൽ നമുക്കുള്ള ആവശ്യം എന്താണോ
നമ്മുടെ പ്രശ്നങ്ങൾ എന്താണോ ആ പ്രശ്നങ്ങളൊക്കെ തുറന്ന് നിങ്ങൾ സംസാരിക്കുക. എൻ്റെ ജീവിതം 2006 വരെ വളരെ സ്പീഡായിട്ടുള്ളൊരു ജീവിതമായിരുന്നു. എൻ്റെ ജീവിതം പെട്ടെന്ന് നിശ്ചലമായപ്പോ എന്നെ സൃഷ്ടിച്ച ദൈവം പറഞ്ഞു, മോനെ ഗണേശേടാ, നീ ഇവിടെ നിന്ന് പോകേണ്ടവനല്ല, നീ ചലിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോ ഞാൻ ചലിച്ചുകൊണ്ടേയിരിക്കാൻ വേണ്ടി ദൈവം എനിക്ക് തന്ന ഗിഫ്റ്റാണ് ഈ ചക്രകസേര എന്ന് പറയുന്നത്. അപകടത്തിന് മുമ്പേ ഓരോ ഹോസ്പിറ്റലിലും ഞാൻ എൻ്റെ ജോലി സംബന്ധമായി പോകുമ്പോൾ ഇത്തരത്തിലുള്ള വീൽ ചെയർ കാണുമ്പോൾ ആ വീൽ ചെയറിൽ ഇരിക്കേണ്ട ഒരു ഗതികേട് എനിക്ക് വരുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് സത്യമാണ്. പക്ഷേ ഇന്ന് ഞാൻ സ്വപ്നം കാണുന്നത് ഈ വീൽ ചെയറിൽ ഇരുന്നാണ്. ഇന്ന് എൻ്റെ ഇത് ശീലാദേവി ടീച്ചറാണ്. ടീച്ചർ പൂക്കോട്ടാവ് പഞ്ചായത്ത് പ്രസിഡൻ്റായി ഇരുന്നിട്ടുണ്ട്. ആ സമയത്താണ് എനിക്ക് പെൻഷനൊക്കെ ശരിയാക്കി തന്ന ടീച്ചറാണ്. രീതിയിലുള്ള സാധ്യതകൾ നമുക്കുണ്ട്. ആ സാധ്യതകൾ കണ്ടെത്തി നമുക്കത് ചെയ്യണം. നമ്മുടെ പഞ്ചായത്തിന് നല്ലൊരു പരിസ്ഥിതി വിദ്യാലയമുണ്ട്, 2 ആളുകൾ, ഒരു അധ്യാപികയുണ്ട്, മറ്റു കാര്യങ്ങൾ നോക്കാനുള്ള ഒരാളുണ്ട്. 2 പേര് ഇതിനു വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ പഠിച്ച സ്കൂളിലെ ടീച്ചറാണ് ഇപ്പോൾ അവിടെ നിന്ന് സംസാരിക്കുന്നത് കേട്ടോ. ടീച്ചർ അവിടുത്തെ കുട്ടികൾ കലോത്സവത്തിലും സ്പോർട്സിലും ഒക്കെ പങ്കെടുത്ത് സമ്മാനം വാങ്ങിയ കാര്യം അനൗൺസ് ചെയ്യായിരുന്നു. അപ്പോൾ അതിൽ ഒരു കുട്ടി ഉണ്ട് അവിടെ, അവളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നത് കേട്ടപ്പോൾ എല്ലാവരും കൈയടിക്കുന്നൊക്കെ കേട്ടപ്പോൾ അവൾക്ക് പെട്ടെന്ന് എന്തോ നാണക്കേടായി. അവൾ മുഖം പൊത്തിയിരിക്കുക. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമായിട്ടാണ് പ്രാവശ്യമാണ് നമുക്ക് ആദ്യമായിട്ട് അങ്ങനെ കിട്ടുന്നത്. അത് ശ്രീന കെപി എന്ന് പറഞ്ഞിട്ടില്ല, അവള് സ്റ്റേറ്റിൽ പോയിരുന്നു പറയാം, ഫസ്റ്റ് കിട്ടിയിട്ട് ജില്ലയിൽ. നമുക്കൊരു അഭിമാനമായിട്ട് ഇത് കല്യാണിക്കുട്ടി ചേച്ചി. അവരെന്നെ ഇവിടെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വരുമ്പോൾ എന്നും എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഇവർക്ക് എല്ലാവർക്കും ഞാൻ പാട്ട് പാടി കൊടുക്കണം, കയ്യൊട്ടി കൊടുക്കണം. അതാണ് അയാൾ കയ്യൊട്ടിയത്. എല്ലാവരും വന്നപ്പോഴേക്കും തന്നെ കണ്ടോ, ഞാൻ ഇടയ്ക്ക് വരും, ഇവരുടെ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് അന്വേഷിക്കും, എന്നിട്ടൊക്കെ പോണതാണ്. അതുകൊണ്ട് എല്ലാവർക്കും എന്നെ അറിയും. അപ്പോൾ ഇവിടെ പച്ചക്കറി ഒക്കെ ഉണ്ടാക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് അവർക്ക് കൂടുതൽ അറിയും. ഇപ്പം ഞാൻ ഈ വർഷത്തെ പച്ചക്കറി വിത്ത് കൊടുക്കാൻ കൂടി വന്നതാണ്. അപ്പോൾ പച്ചക്കറി വിത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കല്യാണിക്കുട്ടി ചേച്ചി. അപ്പോൾ അത് വിതരണം ചെയ്യാണ് കുട്ടികൾക്ക്. അങ്ങനെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞു. എല്ലാവരും അവരവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഞാനും സംസാരിച്ചിരുന്നു കേട്ടോ, പക്ഷെ അത് വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ തിരിച്ച് വീട്ടിലെത്തി ഊണൊക്കെ കഴിച്ചു. പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ മേലൊക്കെ കഴുകിയപ്പോൾ വീണ്ടും നമ്മുടെ അടുക്കളയിലേക്ക് അവിടെ പിറ്റേ ദിവസത്തേക്കുള്ള മാവ് അരയ്ക്കായിരുന്നു. അമ്മയാണ് സാധാരണ മാവൊക്കെ അരയ്ക്കാറ്. പക്ഷേ അമ്മയ്ക്ക് ആ സമയത്ത് എന്തോ വയ്യാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് അരയ്ക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല മഴയൊക്കെ കിട്ടിയിട്ട് ഒരു ദിവസം ഇപ്പം ഞാൻ ഈ മാവരയ്ക്കുന്ന സമയത്ത് നല്ല ഇടിയായിരുന്നു. കുറച്ച് നേരം അതുകൊണ്ട് അതൊക്കെ ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ എടുത്ത് അരച്ചതാണ്. ഇടി മാത്രമേ ഉണ്ടാവുള്ളൂ, മഴയൊന്നും പെയ്തില്ല. പക്ഷെ ഒരു ദിവസം നല്ല മഴ കിട്ടിയിട്ടോ. അപ്പോൾ അമ്മയ്ക്ക് രാത്രി കഴിക്കാൻ പഴം വേവിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേന്ത്രപ്പഴം വേവിക്കാൻ എടുത്തപ്പോൾ നോക്കിയേ, ഇരട്ടപ്പഴം, നേന്ത്രപ്പഴത്തിലെ ഇരട്ടപ്പഴം. ഞാൻ അമ്മോട് ചോദിച്ചു, അമ്മേ ഇരട്ടപ്പഴം ഉണ്ട്, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. സാരിൽ വേവിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും പഴമൊക്കെ എടുത്ത് വേവിക്കാൻ വെച്ചു, പുഴുങ്ങാൻ വെച്ചു. പിന്നെ രാത്രി ഇത് അത്താഴമാണ്. രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി ഒരെണ്ണം ബാക്കി ഉണ്ടായിരുന്നു, കൂട്ടാനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. പിന്നെ ഇത്തിരി കഞ്ഞി ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കുടിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു ഗൈസ്. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ടാറ്റാ.